ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ 28 ഡേയ്സ് ഓഫ് മാജിക് അഥവാ ഗ്രാറ്റിറ്റ്യൂഡ് ചലഞ്ച്. ഇന്ന് നമ്മൾ ഡേ 22 ആയി. സോ നിങ്ങൾ ഇതിനു മുന്നുള്ള വീഡിയോസ് കണ്ടതിന് ശേഷം മാത്രം ഡേ 22ലേക്ക് വരിക. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബിഫോർ യുവർ വെരി ഐസ്. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്കൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല, നമുക്കൊന്നും സംസാരിക്കാനില്ല, നേരെ ടാസ്കിലേക്ക് പോകാം. കാരണം ഇതിനു മുന്നേ സംസാരിച്ചിട്ടില്ലാത്ത ഒരു കാര്യം പോലും എനിക്ക് എക്സ്ട്രാ ഇന്ന് തുടങ്ങുന്നതിന് മുന്നേ ഇൻട്രോ ആയിട്ട് പറയാനില്ല. ആൻഡ് ടാസ്കിനെ പറ്റി പറഞ്ഞാലും ട്വിസ്റ്റ് ഉണ്ട്. അതും റിപ്പീറ്റേഷനാണ്. അതും റിപ്പീറ്റേഷനില്ല, റിപ്പീറ്റേഷനാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡേ 13 ചെയ്ത ഒരു ടാസ്കിൻ്റെ ആവശ്യമുണ്ട്. നമ്മൾ മറ്റേ മേക്ക് ഓൾ യുവർ ഡ്രീംസ് കം ട്രൂ എന്ന് എഴുതി വെച്ചേക്കുന്ന സാധനം വായിച്ച് നമ്മൾ ഹൃദയത്തിനോട് ഫീൽ ചെയ്ത് നമ്മൾ താങ്ക് യു ഒക്കെ പറഞ്ഞില്ലേ, സെയിം ലിസ്റ്റിൻ്റെ ആവശ്യമാണ് നമുക്ക് ഇന്നുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ രാവിലെ തന്നെ ചെയ്യണം കേട്ടോ. ഇത് രാവിലെ തന്നെ നമ്മൾ എടുത്തിട്ട് നമ്മൾ 10 വിഷയമാണല്ലോ, നമ്മുടെ ടോപ്പ് 10 ഡിസയേഴ്സ് ആണ്. നമ്മളിതിലെ 10 ലിസ്റ്റിൽ നമ്മൾ ഓരോന്നും മനസ്സിൽ താങ്ക് യു പറയണം. ആൻഡ് ആസ് യൂഷ്വൽ നടന്നതായിട്ട് വിശ്വസിച്ച് അത് മാനിഫെസ്റ്റ് ചെയ്ത് വിഷ്വലൈസ് ചെയ്ത് താങ്ക് യു പറയണം. ആൻഡ് ഈ ഓരോ സാധനത്തിനും ഈ 10 എണ്ണത്തിന് നമ്മൾ ഫസ്റ്റ് വണ്ടി നമ്മൾ 1 മിനിറ്റ് നമ്മൾ നടന്നതായിട്ട് നമ്മൾ ഫുൾ ഇത് എങ്ങനെ നടക്കുന്നു. ഇപ്പോൾ എനിക്ക് ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ ആ ജോലിക്ക് പോകുന്നു, ഞാൻ ആ ജോലിക്ക് പോകുമ്പോൾ ഞാൻ എങ്ങനെ നിൽക്കുന്നു, ഞാൻ ആ ജോലി ഇങ്ങനെ ചെയ്യുന്നു, ഞാൻ ജോലി കഴിഞ്ഞ് വരുന്നു, എൻ്റെ ലൈഫ് സ്റ്റൈൽ ആ ജോലിക്ക് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ ആവുന്നു, ഇങ്ങനെ ഫുൾ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. അതായത് നമ്മൾ ആ ലൈഫ് സ്റ്റൈലിലാണ് നമ്മൾ വിഷ്വലൈസ് ചെയ്യണം 1 മിനിറ്റ്. അതിൻ്റെ ഇതിൽ അടുത്തത് നമ്മൾ അടുത്തത് വിഷ്വലൈസ് ചെയ്യണം. അങ്ങനെ നമ്മൾ 10 സാധനവും നമ്മൾ ഓരോ മിനിറ്റ് വെച്ച് വിഷ്വലൈസ് ചെയ്യണം. ഇതപ്പോൾ കുറച്ച് ലെങ്ത് ആയിരിക്കും, കാരണം നമുക്ക് നോർമലി ഇങ്ങനെ 10 മിനിറ്റ് സ്ട്രേറ്റ് ഇരുന്ന് വിഷ്വലൈസ് ചെയ്യാൻ പാകത്തുള്ള ലോങ് ആക്ടിവിറ്റീസ് നമുക്ക് ആക്ച്വലി വരാറില്ലല്ലോ. സോ നമ്മളത് 10 വട്ടം വിഷ്വലൈസ് ചെയ്യണം. 10 എണ്ണവും ഓരോ മിനിറ്റ് വെച്ച് നമ്മൾ വിഷ്വലൈസ് ചെയ്യണം. അത് കഴിയുന്നില്ല ഇതോടെ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ലിസ്റ്റ് നമ്മൾ ഇന്നത്തെ ദിവസം കൂടെ കൊണ്ടു നടക്കണം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഈ ബുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന ആളല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറ്റുമെങ്കിൽ ഈ ലിസ്റ്റ് നിങ്ങളൊരു പേപ്പറിലേക്ക് രണ്ടാമത് എഴുതുക, എന്നിട്ട് ആ പേപ്പർ കൊണ്ട് പോവുക. ഇനിയിപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഫോണിൽ എഴുതിയാലും മതിയാവും തോന്നുന്നു, കാരണം ലിസ്റ്റ് കൊണ്ടു നടക്കാമെന്നാണ് പറഞ്ഞത്. അതിൻ്റെ ലിസ്റ്റ് നോക്കണം എന്നാണല്ലോ. സോ ഇഫ് ഫോൺ ഇസ് ആക്സസിബിൾ ടു യു അങ്ങനെയെങ്കിൽ അങ്ങനെ. പിന്നെ എനിക്കൊന്ന് ഓഫായിരുന്നു, കണ്ടില്ലേ കളർ ഡ്രസ്. അപ്പോൾ എനിക്കൊന്ന് ഓഫായിരുന്നു. സോ എനിക്ക് ബുക്ക് ഇവിടെ ഉണ്ടല്ലോ, ഞാൻ വീട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ എനിക്കൊന്ന് ജസ്റ്റ് വൈകുന്നേരം ഞാൻ ഒന്ന് പുറത്ത് പോയതല്ലാണ്ട് ഞാനൊന്ന് ഫുൾ ഡേ വീട്ടിലുണ്ടായിരുന്നു. സോ നമുക്കിത് ഇടക്കാലത്ത് നോക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഇരിക്കുന്നുണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഫോണിലേക്ക് എഴുതേണ്ടിയോ പേപ്പറിലേക്ക് എഴുതേണ്ടിയോ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ആൻഡ് ഇത് നമ്മൾ മിനിമം 2 വട്ടമെങ്കിലും, ആൻഡ് മാക്സിമം എത്ര വട്ടം പറ്റുന്ന അത്രയും പറ്റുന്നത്. കാരണം നമ്മളിത് പിന്നെയും വായിച്ച് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് പോകുന്നതാണല്ലോ അതിൻ്റെ ഒരു ഇത്. പക്ഷേ അറ്റ്ലീസ്റ്റ് 2 വട്ടമെങ്കിലും നമ്മൾ ഈ ലിസ്റ്റ് വായിച്ച് നമ്മൾ പിന്നെയും താങ്ക് യു പറഞ്ഞ് നമ്മൾ പിന്നെയും വിഷ്വലൈസ് ചെയ്ത് അങ്ങനെ പോകണം. സോ അത്രയുള്ള ആക്ടിവിറ്റി. ആൻഡ് എല്ലാ ദിവസത്തെയും പോലെ രാവിലെ എണീക്കുക, കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് ചെയ്യുക, രാവിലെ തന്നെ എൻ്റെ ഫസ്റ്റ് പോർഷൻ ചെയ്യുക, 10 കാര്യങ്ങളും ഓരോ മിനിറ്റ് വെച്ച് വിഷ്വലൈസ് ചെയ്ത് താങ്ക് യു പറയുക. അത് കഴിഞ്ഞ് ഈ പേപ്പറോ ഫോണിലാണെന്ന് വെച്ചാൽ ഫോണിലോ ബുക്കാണെന്ന് വെച്ചാൽ ബുക്കോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ടോപ്പ് 10 ഡിസയർ ലിസ്റ്റ് നമ്മുടെ കയ്യിൽ വെക്കുക. ആൻഡ് അറ്റ്ലീസ്റ്റ് 2 ഒക്കേഷനിലെങ്കിലും നമ്മൾ അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും വായിച്ച് നമ്മൾ താങ്ക് യു പറയുക. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ മാജിക് റോക്ക് എടുത്ത് നമ്മൾ ഫുൾ ഡേ വിഷ്വലൈസ് ചെയ്ത് നടന്നതിൽ ഏറ്റവും നല്ല കാര്യത്തിന് നമ്മൾ താങ്ക് യു പറയുക. അപ്പോൾ അത്രയുള്ളൂ. ബൈ ഗൈസ്.